ഇപ്പോൾ ഷാഫി പറമ്പിലെ ബി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അതിൽ ഈ പറയുന്ന ഏതെങ്കിലും വർഷങ്ങൾ പഠിച്ചിട്ട് ഞാൻ അങ്ങനെ പ്രതിഷേധിച്ചിട്ടുണ്ട്, വിഷയങ്ങളെ കണ്ടിട്ടുമുണ്ട്, മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്, ചോദ്യങ്ങൾ അങ്ങനെ. അപ്പൊ ബീഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്ന കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ. അടുത്തത് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കോടതി വിധിയോ ഒരു FIR അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നിധ പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്റെ രാജ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഈ രാജ്യം വേറെ ഏതെങ്കിലും CPM പ്രവർത്തകരോ നേതാക്കന്മാരോ ആണോ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പറയാൻ പോകുന്നത് അത് ധാർമ്മികതയുടെ കണ്ടോ FIR ഇല്ലാത്ത രാജ്യം, കണ്ടോ പരാതി ഇല്ലാത്ത രാജ്യം, കണ്ടോ പിന്നെ കേസെടുക്കാത്ത രാജ്യം, കണ്ടോ കോടതി വിധി ഇല്ലാത്ത രാജ്യം, കണ്ടോ ശിക്ഷ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന രാജ്യം. അപ്പൊ എല്ലാവരും അതിന്റെ ഒരു സാംസ്കാരിക ഇടപെടലും പ്രവർത്തനവും പ്രതികരണവും ആ നിലയിലാവുമായിരുന്നു. ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നു. രാജ്യസന്നിധ സ്വമേധയാ പാർട്ടി നേതൃത്വം മറ്റു പാർട്ടികൾ നടക്കുന്ന അതേ ശൈലി എല്ലാ കാര്യത്തിലും കാര്യമില്ല. ആ തീരുമാനത്തെ അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ആ സ്ഥാനത്ത് അറിയിച്ച് പാർട്ടി അടങ്ങിയിരിക്കുന്നു. ആ തീരുമാനം ഒഴിയുകയും ചെയ്തിരിക്കുന്നു. അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസിനെ പിന്നെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഗോവിന്ദമാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണത്തിൽ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നു. കോൺഗ്രസിന്റെ ധാർമ്മികത പഠിപ്പിക്കുക. ഞാനൊരു കാര്യം പറയാം, ഇതിനകത്ത് വിഷയത്തിന്റെ ധാർമ്മികതയായിരുന്നു പ്രശ്നമെങ്കിൽ ആ രാജ്യം പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ നിർവീര്യമാക്കാം, കോൺഗ്രസ് പ്രവർത്തകരെ സൈലന്റ് ആക്കാം, ഗവൺമെന്റിന്റെ ചെയ്തികളിൽ നിന്ന് ജനങ്ങളുടെ മുമ്പിൽ തൽക്കാലം മറച്ചു പിടിക്കാനായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ നടക്കുന്ന സമരം ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ CPMന്റെ പ്രതികരണങ്ങൾ രാഷ്ട്രീയമായിട്ട് നടക്കണം. പക്ഷെ മാധ്യമങ്ങളുടെ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തിനാണ് ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വാങ്ങെങ്കിൽ ഒരു കാര്യം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യമാകില്ല. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങളുടെ പ്രതിഷേധങ്ങൾ അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആരും പ്രകോപിപ്പിക്കില്ല. ഗവൺമെന്റിന്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കുന്ന ആ സമീപനം തുറന്നുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന രാജ്യക്കപ്പുറവുമുള്ള കോൺഗ്രസിന്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇന്റൻഷൻ അത് ഈ പറയുന്നത് ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. നേരെ മറിച്ച് അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ളതാണ്. തത്തുൾപ്പെടെയുള്ള വിവാദങ്ങൾ തത്തുമ്പോൾ അതിനെ മറക്കാൻ തൽക്കാലം ഇതിന്റെ പേരിൽ വല്ല ധാർമ്മികതയുടെ വേഷമണിയാന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം MLA ഉൾപ്പെടെയുള്ള കാര്യത്തിലുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്ന. ഇപ്പൊ ഈ പറയുന്ന ഗോവിന്ദമാഷ് ഉൾപ്പെടെ ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല, പക്ഷെ ഒരു MLAക്കെതിരെ പോലീസ് കേസ് ആ MLA ആ സ്ഥാനത്ത് തന്നെ കോൺഗ്രസിന്റെ MLAയുടെ രാജ്യാംശം പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാള് പാർലമെന്റ് ബോർഡ് അംഗമാക്കിയ വേറൊരു പാർട്ടി ആ ഈ രാഷ്ട്രീയമായിട്ടാണ് ഇവിടെ സമരം കഴിഞ്ഞ് അവര് പിന്നെ വടക്കോട്ടാണ് പോകുന്നതെങ്കിൽ കണ്ണൂർ സമരം മുഖ്യമന്ത്രിയുടെ ഇപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇതേ ജില്ലയിൽ സമരം കഴിഞ്ഞ് ഇങ്ങോട്ടാണ് അവരുടെ യാത്രയെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ അവർക്ക് വീണ്ടും സമരം നടത്തേണ്ടി വരും. ഇപ്പൊ ഒരു മന്ത്രിസഭയിൽ തുടരുന്ന മന്ത്രിക്ക് ഇപ്പോഴും ആ മന്ത്രിസ്ഥാനത്ത് തുടരുകയല്ല. ഇത്തരത്തിലുള്ള ആക്ഷേപം മുന്നണിയിലെ തന്നെ സഹപ്രവർത്തകരോട് വരെ വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയ ശ്രമിച്ചുള്ള പരാതിയുള്ള ആളുകളെ സംഘടനാ രംഗത്ത് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ നമ്മൾ കണ്ടു, CPM നിന്ന് മാറ്റി നിർത്തിയ നമ്മൾ കണ്ടു, പിന്നെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ നമ്മൾ കണ്ടു. ഇതൊന്നും ചെയ്യാത്ത ആളുകൾ കോൺഗ്രസിനെ താണടച്ചങ്ങ് കുറ്റപ്പെടുത്തുക, കോൺഗ്രസിനെ ഇതിന്റെ പേരിൽ നിശബ്ദമാക്കാൻ കഴിയുമെന്ന് പരിശോധിക്കുക, ഗവൺമെന്റിന് ഇതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്തിട്ട് ജനങ്ങളുടെ ദേശത്തിൽ നിന്ന് ഗവൺമെന്റിന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് ആ പരിശോധനയാണ്. അപ്പൊ അതാണ് ഇപ്പൊ നടന്നുകൊണ്ട് കോൺഗ്രസ് നല്ല അദ്ദേഹത്തിന്റെ രാജ്യം, അദ്ദേഹം ആ രാജ്യം വെച്ച് ഇപ്പൊ നിലവിൽ ചെയ്യാൻ കഴിയാവുന്ന പിന്നെ
ഒരു പ്രധാനപ്പെട്ട ധാർമ്മികമായിട്ടുള്ള ഏറ്റെടുത്ത് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ മറ്റ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലോർ ഈ പരാതികളുടെ കഴമ്പുണ്ടോ? വർഷങ്ങളായി രാഹുലിനെ അറിയാവുന്ന വ്യക്തിയാണല്ലോ. അയാളെ എല്ലാവരും കൂടെ വളഞ്ഞു കൂടിയിട്ട് നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്ത സ്ഥാനത്തിനാണ് പാർട്ടിക്ക് തീരുമാനം പറയുന്നത്. ആ സ്ഥാനത്ത് സംരക്ഷിച്ചു പിടിച്ച് മറ്റേ CPM ചെയ്യുന്നത് പോലെ വേറെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ എതിരെ വരുന്ന പ്രതിഷേധങ്ങളോട് അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് മൈക്ക് തള്ളിക്കളഞ്ഞു. ഈ പരാതിയിലുള്ള അയാളും അതിനകത്ത് ആരോപണ പരിസരത്തല്ല, അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ രാജിവെച്ചു, പാർട്ടി നടപടി എടുത്തോടെ ഇന്ന് രാഹുൽ സ്വമേധയാ രാജിവെക്കുവാണ്. അല്ല, അയാളുടെ രാജ്യത്തല്ല, അയാൾ പാർട്ടിയുടെ പാർട്ടിയുടെ നിലവാരം ആരെങ്കിലും ഷാഫിയോട് പരാതി പറഞ്ഞോ? ഏതെങ്കിലും ഇരകൾ ഷാഫിയോട് പരാതി പറഞ്ഞോ? ഏതെങ്കിലും ഇരകൾ ഷാഫിയോട് പരാതി പറഞ്ഞോ? അല്ല, ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ല. ഷാഫി ഒരു ഇതുപോലത്തെ ചോദ്യങ്ങൾ CPM പ്രവർത്തകർ സമാനമായ ഒരു വലിയ ഇതിനുത്തരവുണ്ടോ? താങ്കൾ ഈ കാര്യം നേരത്തെ അറിഞ്ഞിരുന്നോ? ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി എടുത്തു, അത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സമാനമായ ഒരു ഉപവാസ ഷാഫി പറമ്പിൽ MP മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ബീഹാറിലേക്ക് താൻ മുങ്ങി ഒളിച്ചോടി എന്ന് പറയുന്നത് തെറ്റായ വാക്കുകളെന്നാണ് പറയുന്നത്. ബീഹാറിലേക്ക് മുങ്ങി എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തനം ശരിയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. താൻ എവിടേക്കും ഒളിച്ചോടിയിട്ടില്ല എന്ന് പറയുന്നു. ബീഹാറിൽ നടന്നത് സുപ്രധാനമായൊരു സമരമാണ്. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് ഡൽഹിയിൽ നിന്നും അടുത്തായതിനാലാണ് ബീഹാറിലേക്ക് പോയത്. ഒരു MP എന്ന നിലയിലാണ് അദ്ദേഹം ബീഹാറിലേക്ക് പോയത്. അല്ലാതെ ഒളിച്ചോടുകയോ മുങ്ങി എന്ന് പറയുന്നത് തെറ്റായ പ്രവണതയല്ല, തെറ്റാണ് എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെയോ പേടിച്ച് തനിക്ക് മുങ്ങേണ്ടതോ അല്ലെങ്കിൽ ഒളിച്ചോടേണ്ട ആവശ്യമോ ഇല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. രേഖാമൂലമുള്ള ഒരു പരാതിയും രാഹുലിനെതിരെ നിലവിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, പാർട്ടിക്കോ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു പരാതി കിട്ടാതിരുന്നിട്ട് കൂടെ